നമസ്കാരം. ഇന്ന് ജൂലൈ 5 ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മദിനം. ഒരു മനുഷ്യജന്മത്തെ അക്ഷരങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ച അസാമാന്യതയുടെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ. പൊടുപ്പും തൊങ്ങലുമില്ലാത്ത ജീവിതം. ജീവിതത്തിൽ പൊടുപ്പും തൊങ്ങലുമില്ലാത്തത് കൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ കഥകളിൽ നിന്നും അവ അദൃശ്യമായത്. താൻ നടന്ന വഴികളാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ. തൻ്റെ ജീവിതമാണ് പല കഥകളിലും പ്രതിഫലിക്കുന്നത്. തനതായ ശൈലിയിലൂടെ നർമ്മത്തിൽ പൊതിഞ്ഞ ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മലയാള ഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഒന്നടങ്കം എടുത്തു കാണിക്കുകയും നവമാധ്യമ സംസ്കാരത്തെ പരിഹസിക്കുകയും ചെയ്യുന്ന വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ കഥയിലെ കഥാപാത്രം ഒരു സാധാരണ കുശിനിക്കാരനാണ്, പാചകത്തൊഴിലാളി. 24-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു മഹാത്ഭുതത്തിന്റെ കഥയാണ് ഇതിലുള്ളത്. സാധാരണ ജീവിതം, ഉറങ്ങുക, മുക്കിപ്പൊടി വലിക്കുക, ജോലി ചെയ്യുക, ഇത്രയുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. പക്ഷേ 24-ാമത്തെ വയസ്സിൽ ഒരു മഹാത്ഭുതം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ മൂക്ക് പതിയെ വളരാൻ തുടങ്ങി. ദിനം പ്രതി വളർന്നുകൊണ്ടിരുന്നു. വളർന്നു പൊക്കിൾ വരെ എത്തി. ആളുകൾ അദ്ദേഹത്തിന്റെ മൂക്കിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ മൂക്കൻ പ്രസിദ്ധനായി. മൂക്കനെ കാണാൻ നാനാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്തി. മൂക്കന്റെ അമ്മ കാണാൻ വരുന്നവരിൽ നിന്നും ഫീസ് വാങ്ങാൻ തുടങ്ങി. ദിനം പ്രതി ഫീസ് കൂട്ടി. അങ്ങനെ മൂക്കൻ സമ്പന്നനായി. വലിയ കോടീശ്വരൻ, വലിയ വീടായി, 2 സുന്ദരികളായ സെക്രട്ടറിമാരുമായി. ഏത് കാര്യത്തിനും മൂക്കൻ അഭിപ്രായം പറയണം. മൂക്കൻ അഭിപ്രായം പറയാത്ത വിഷയങ്ങൾ ആളുകൾക്ക് വളരെ നിസ്സാരമാണ്. അങ്ങനെ മൂക്കന്റെ ജനപ്രീതി കൂടിക്കൂടി വന്നു. ഭരണകക്ഷികൾ മൂക്കനെ അങ്ങ് ഏറ്റെടുത്തു. ഒരു വലിയ ആരാധക കൂട്ടം മൂക്കനുണ്ടായി. അപ്പോൾ എതിർകക്ഷികൾ ഒരു ആക്ഷേപവുമായി മുന്നോട്ട് വന്നു. മൂക്കന്റെ മൂക്ക് ഒറിജിനൽ അല്ല. ഇതങ്ങനെ വലിയ ചർച്ചാ വിഷയമായി. മൂക്കന്റെ മൂക്ക് പരിശോധിക്കാനായി 48 രാജ്യങ്ങളിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരെത്തി. ഡോക്ടർമാർ ഒരു സൂചിയെടുത്ത് ആ മൂക്കിൽ കുത്തി. ഇത് റബ്ബർ മൂക്കല്ല, ഇത് ഒറിജിനൽ മൂക്കാണ്, ചോര പൊടിഞ്ഞിരിക്കുന്നു. അങ്ങനെ മൂക്കന്റെ ആരാധകർ ആർത്തു വിളിച്ചു, മൂക്കൻ സിന്ദാബാദ്. പ്രസിഡന്റ് മൂക്കന് മൂക്യശ്രീ അവാർഡ് നൽകി. അങ്ങനെ മൂക്കൻ വീണ്ടും ഒരു താരമായി തന്നെ തുടർന്നു. ഇത് സമൂഹത്തിൽ എന്നും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ചില സാഹചര്യങ്ങളിൽ താരങ്ങളായി മാറുന്നവർ സമൂഹത്തിന്റെ ഈ പൊള്ളത്തരങ്ങൾ എടുത്തു കാട്ടുന്ന ഈ കൃതി എന്നും അനുവാചക ഹൃദയങ്ങളിലുണ്ട്. നർമ്മത്തിൽ പൊതിഞ്ഞ ഈ കൃതി നാമും ഒരുപാട് വായിക്കണം. നമുക്ക് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹാഞ്ജലിയും അത് തന്നെയാണ്. മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരൻ. ഇനിയും അത് അങ്ങനെ തന്നെയാകണം. ഓരോ തലമുറയും അദ്ദേഹത്തിൻ്റെ കൃതികൾ അറിയണം. മനുഷ്യ സമൂഹത്തിൻ്റെ കടലാഴങ്ങളും മനുഷ്യ മനസ്സിൻ്റെ തിരയാളങ്ങളും ഇത്രയധികം അറിഞ്ഞ മറ്റൊരു എഴുത്തുകാരനില്ല. നന്ദി, നമസ്കാരം.